റോഡിലിറങ്ങിയ പെൺകുട്ടികളെ കമന്റ് അടിച്ചത് ചോദ്യം ചെയ്തവർക്ക് നേരെ ക്രൂരമർദ്ദനം. 3 പേർ പിടിയിലായി. യുവതികളടക്കം 7 പേർക്ക് വേണ്ടി പോലീസ് അന്വേഷണം ഊർജിതമാക്കി. അക്രമത്തിന്റെ ഞെട്ടിക്കുന്ന CCTV ദൃശ്യങ്ങളും പുറത്തുവന്നു. എറണാകുളം നഗരത്തിൽ കലൂർ ജംഗ്ഷനിൽ നിന്ന് കേവലം വെളിപ്പാട് അകലെയാണ് ചക്കാലപ്പാടം റോഡ്. ചക്കാലപ്പാടം റോഡിൽ പുലർച്ചെ 4:45 മണിക്ക് ശേഷമാണ് അതിക്രമമുണ്ടായത്. പാർട്ട് ടൈം ജോലി കഴിഞ്ഞ് മടങ്ങി വരികയായിരുന്ന 2 പെൺകുട്ടികൾ. ഇതേസമയം തന്നെ ഏതാണ്ട് 6 പുരുഷന്മാരും ഇവർക്കൊപ്പം മറ്റ് 2 സ്ത്രീകളും ഈ വഴിയിലുണ്ടായിരുന്നു. ഈ പെൺകുട്ടികൾ കടന്നു പോകുമ്പോൾ പെൺകുട്ടികളെ ഈ പുരുഷന്മാർ കമൻ്റ് അടിക്കുന്നു. ഈ കമൻ്റ് അടിച്ചത് കൂടാതെ ലൈംഗിക ചേഷ്ടകളും ഉണ്ടായി എന്ന് പറയുന്നു. എന്തായിരുന്നാലും പെൺകുട്ടികൾ അത് ചോദ്യം ചെയ്യുന്നു. ഈ ചോദ്യം ചെയ്യലിന് ഒടുവിൽ പെൺകുട്ടികളുടെ കയ്യിൽ നിന്ന് മൊബൈൽ ഫോൺ തട്ടിപ്പറിച്ച് പലതവണ നിലത്ത് എറിഞ്ഞ് ഉടച്ചു എന്നാണ് പരാതിയിൽ പറയുന്നത്. പിന്നാലെ നമ്മൾ കാണുന്നത് ഭീതിതമായ ദൃശ്യങ്ങളാണ്. അതായത് ഈ പെൺകുട്ടിയെ കയ്യിൽ പിടിച്ച് ചുഴറ്റി നിലത്തേക്ക് അടിക്കുന്നു എന്ന് പറയാം. നിലത്ത് വീണ ആ കുട്ടിയെ ചവിട്ടുകയും മറ്റുകയും ചെയ്യുന്നുണ്ട്. 1-ാം പ്രതിസ്ഥാനത്തുള്ള അക്ബർ അലി എന്ന് പറഞ്ഞ ആൾ ഒരു ആംഗ്യം കാണിക്കുകയും അതിനെ ചോദ്യം ചെയ്യുകയുണ്ടായി. ഈ ചോദ്യം ചെയ്യലും തുടർന്നുണ്ടായിട്ടുള്ള അവർ തമ്മിലുള്ള ഒരു മാറ്ററിലാണ് ഈ ഒരു സംഭവം നടന്നിട്ടുള്ളത്. ഈ കേസിൽ ഇതുവരെയായിട്ട് 10 പ്രതികളെയാണ് ഐഡന്റിഫൈ ചെയ്തിട്ടുള്ളത്. അതിൽ 3 ആൾക്കാരെ ഓൾറെഡി അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. 1-ാം പ്രതിയായിട്ടുള്ള അക്ബർ അലി എന്ന ആളുടെ ബിസിനസ് ഡീലിങ്സിനെ കുറിച്ചിട്ട് നമുക്ക് വളരെയധികം ഡൗട്ട്ഫുൾ ആയിട്ടുള്ള ഒരു ആക്ട് വന്നിട്ടുള്ളത്. നമ്മൾ അതിന് തുടർ നടപടികളായിട്ട് സ്വീകരിച്ചുകൊണ്ടിരിക്കുക. റെസിഡൻഷ്യൽ അസോസിയേഷൻ ഈ മേഖലയിലേക്ക് കയറുന്നിടത്ത് സ്ഥാപിച്ചിരിക്കുന്ന ഒരു ബോർഡാണിത്. ഇതൊരു റെസിഡൻഷ്യൽ ഏരിയ ആണ്. ഇവിടെ സ്ഥിരതാമസക്കാർക്ക് ജീവിതത്തിന് പുറമേ നിന്ന് വരുന്ന യുവതി യുവാക്കൾ പലപ്പോഴും ശല്യമാകരുത്. ഇവിടെ പുറത്തുനിന്ന് യുവതി യുവാക്കൾ വന്ന് താമസിക്കുന്നതിന് ഒരു കുഴപ്പവുമില്ല. പക്ഷേ ഇവിടെ ലഹരി വിൽപ്പനയും ഗുണ്ടായുസവും രാത്രികാലങ്ങളിൽ തെരുവിൽ വേണ്ടാതിനുവുമാണ് എങ്കിൽ ഞങ്ങൾക്ക് ഇടപെടേണ്ടതായി വരും എന്ന് തന്നെ ഈ ബോർഡിൽ പറയുന്നുണ്ട്. ഞങ്ങൾ പോസ്റ്റ് അസോസിയേഷൻ എല്ലാം കംപ്ലൈൻറ്റ് ഉണ്ട്. പോലീസൊക്കെ ഒരു പരിധിവരെ അവർ പറയുന്ന ഒരു പരിധിവരെ കൺട്രോൾ ചെയ്യാൻ പറ്റുമെന്നാണ്. പെൺകുട്ടികളോട് ഞങ്ങൾ സംസാരിക്കാൻ പറ്റില്ല. ഏറ്റവും ആദ്യം എതിർത്ത് സംസാരിക്കുന്ന പെൺകുട്ടികളാണ്. ഞങ്ങൾ ചോദിച്ചാൽ ഞങ്ങൾ ശത്രുക്കളായി. നഗരത്തിൽ പോലീസ് പരിശോധനകൾ കൂടുതൽ ശക്തമാക്കേണ്ടതിന്റെ ആവശ്യകതയിലേക്ക് കൂടിയാണ് ഈ സംഭവം വിരൽ ചൂണ്ടുന്നത്. ബിനു പാവയ്ക്കൊപ്പം പ്രദീപ് ജോസഫ്, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.